ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈസി ആയിട്ടൊരു ഫ്രൈഡ് റൈസ് പോലെ എന്ന് പറയാം, അങ്ങനെയുള്ളൊരു ചോറാണ് ഉണ്ടാക്കുന്നത്. ആദ്യമേ നിങ്ങൾ ഒരു കുക്കർ എടുത്ത് അതിൽ നെയ്യ് പ്ലസ് ഓയിലായാലും സാരമില്ല, അങ്ങനെ 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് അതിൽ 2-3 ഏലക്കായും അത് ഗ്രാമ്പ് ഇട്ടിട്ട് നന്നായി ചൂടായതിന് ശേഷം അതിൽ വെളുത്തുള്ളി 1 കൈപ്പിടി നന്നായി കട്ട് ചെയ്തിട്ട് ഇട്ട് നല്ല അങ്ങനെ ബ്രൗൺ ആവണ്ട, ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ വഴറ്റുക. അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് പിന്നീട് 2 സവാള അരിഞ്ഞതിട്ട് നന്നായി വഴറ്റുക. നല്ല കളർ വരുന്നവരെ ഒരു പാകത്തിന് വറക്കുക. വഴറ്റിയതിന് ശേഷം അതിലേക്കൊരു 2-3 പച്ചമുളക് കീറിയിട്ടത് ഇട്ട് അതും കൂടി വഴറ്റുക. അതും നന്നായി പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചേർത്ത് അത് നന്നായി ഉടഞ്ഞു വരുന്നവരെ വഴറ്റുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ 1/2 കപ്പ് വേണമെന്നില്ല, ഓരോന്നും ഒരു 1/4 കപ്പോളം മതി. ഓരോരോ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഒരു 1/4 കപ്പ് ഇട്ട് അതും കൂടി വഴറ്റുക. ഈ തക്കാളി വഴറ്റുമ്പോൾ ചില്ലി ഫ്ലേക്സ് കുറച്ചിടുക, എരിവ് വേണ്ടുന്നവർക്ക്. അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് മതിയെങ്കിൽ അത് മതി. ഈ ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ ഒരു നല്ല ചൊയ ഉണ്ടാവും, നല്ല ഒരു മണവും ഇതെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് ഇടുന്നത് നമുക്കിവിടെ എരിവ് വേണ്ടുന്ന ആൾക്കാർക്ക് അത് നല്ലത്. ഈ പച്ചക്കറികളൊക്കെ ഇട്ട് നന്നായി വഴറ്റി ഒരു പാകത്തിലാവുമ്പോൾ 1/2 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. 1/2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം. അത് സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ 1/2 കപ്പ് അരി നന്നായി കഴുകി മാറ്റി ഊറ്റി വെച്ചത് അവിടെ ഉണ്ടാവണം. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് അതിൻ്റെ കൂടെ തന്നെ പിന്നെ ബാക്കിയുള്ള 3 കപ്പിൽ 1/2 കപ്പ് പോയാൽ ബാക്കി 2.5 കപ്പ്, 2-2.25 നിങ്ങൾ അരിൻ്റെ അനുസരിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് പാകത്തിന് ഉപ്പ്. എപ്പോഴും ഈ ഒരു ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം. ചോറായി വരുമ്പോഴത്തേക്ക് ഉപ്പ് കറക്റ്റാവാൻ അത് ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം. അങ്ങനെ അതിന് കണക്കായിട്ടുള്ള ഉപ്പിട്ടിട്ട് അത് നന്നായി ഇളക്കുക. പിന്നെ സൈഡ് മെല്ലെ തിള വരും. ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ സൈഡ് തിള വന്നുകൊണ്ടിരിക്കുമ്പോൾ നന്നായി തിളച്ച് വരുമ്പോൾ കഴുകി ഊറ്റി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുത്ത് അതും നന്നായി ഇളക്കി യോജിപ്പിച്ച് പിന്നെ അത് കുക്കർ അടച്ച് വെക്കുക. കുക്കർ അടച്ച് വെച്ച് ഒരു നല്ല അടച്ച് വെച്ച് ഇതിൻ്റെ ഗ്യാസ്കറ്റോട് കൂടി അടക്കണം, വെയിറ്റ് ഇടണ്ട. അപ്പം കുക്കർ അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൊണ്ട് അതിൽ ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വിസിലിൽ കൂടെ. ആ സമയത്ത് സിമ്മിലാക്കി വെക്കുക. അങ്ങനെ ഒരു 7 മിനിറ്റ് കുക്കർ അടച്ച് വെച്ചിട്ട് 7 മിനിറ്റ് വിസിലൊന്നും ഇടണ്ട, 7 മിനിറ്റ് കുക്കർ അടച്ച് വെച്ച് നന്നായി വേവിക്കുക. കുക്കർ അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഒരു ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുറേ
കുറേ നേരം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. കുക്കർ തുറന്ന് നോക്കിയാൽ നല്ല അടിപൊളി ചോറ് റെഡി ആയിട്ടുണ്ടാവും. അതിൻ്റെ മീതെ കുറച്ച് മല്ലിച്ചപ്പൊന്നും എൻ്റെ കയ്യിലില്ല. മല്ലിച്ചപ്പും പിന്നെ കുറച്ച് ബട്ടറും ഇങ്ങനെ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കറക്റ്റ് പാകത്തിന് ചോറ് വെന്തിട്ടുണ്ടാവും, വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ടാവും. നല്ല തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറയാം, അല്ലെങ്കിൽ